പ്രിയ സുഹൃത്തുക്കളെ, ആദ്യമേ ഞാൻ പറഞ്ഞു വയ്ക്കാം, എൻ്റെ ഈ ഒരു വീഡിയോ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഒരിക്കലും ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഒരു തരത്തിലും നമ്മുടെ ബുദ്ധിയെ മരവിപ്പിക്കുന്ന, ബുദ്ധിയെ ഇല്ലാണ്ടാക്കി കളയുന്ന ഒരു മയക്കുമരുന്നും ഉപയോഗിക്കരുത്. അത് മദ്യമായാലും സിന്തറ്റിക് ആയാലും കഞ്ചാവായാലും ബീഡി ആയാലും സിഗരറ്റ് ആയാലും എന്ത് തേങ്ങയുടെ മൂടായാലും ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം ഉള്ളത്. പക്ഷേ ഇപ്പോൾ ഞാൻ പറഞ്ഞു വയ്ക്കുന്ന സംഗതി ഒന്ന് രസകരമായിട്ട് എടുത്താൽ മതി കേട്ടോ. ആദ്യമായിട്ട് നമ്മുടെ കേരളത്തില് ഈ കഞ്ചാവ് പോലെയുള്ള അല്ലെങ്കിൽ സിന്തറ്റിക് ഡ്രഗ് വരാനുള്ള ഒരു കാരണക്കാരൻ അത് ഉമ്മൻചാണ്ടിയാണ്. അന്തരിച്ചു പോയ നമ്മുടെ മുഖ്യമന്ത്രിയാണ്, ആ പഴയ മുഖ്യമന്ത്രി. അദ്ദേഹമാണ് കാരണമെന്ന് പറഞ്ഞ ഞാനല്ലട്ടാ, അത് നമ്മുടെ VD സതീശൻ തന്നെയാണ്. അദ്ദേഹമാണ് ഈ മദ്യം വളരെ പെട്ടെന്ന് ഈ ബാറുകളൊക്കെ അങ്ങനെ നിശ്ചലമാക്കുന്ന രീതിയിൽ വളരെ പെട്ടെന്നൊക്കെ ഒരു തീരുമാനം, ബാറ് മുഴുവൻ പൂട്ടിക്കുക എന്ന് പറയുന്ന ഒരു ഗംഭീര തീരുമാനത്തിലേക്ക് അദ്ദേഹം, അത് മഹാ അബദ്ധമായിരുന്നു. അത് നിർത്തലാക്കിയ നിമിഷം മുതലാണ് നമ്മുടെ നാട്ടിലേക്ക് മറ്റു പല സ്റ്റേറ്റിൽ നിന്നും അതിർത്തികളിൽ നിന്നെല്ലാം നമ്മൾ കഞ്ചാവ് പിടിക്കാൻ തുടങ്ങി. ഈ കഞ്ചാവ് പിടിക്കുന്നത് നമ്മുടെ കേരള അതിർത്തികളിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയുടെ പല മുക്കിലും മൂലയിലുള്ള സംസ്ഥാന അതിർത്തിയിലും ഇതുണ്ടെന്നേ, ഇത് പിടിക്കുന്നുണ്ട്. ഇത് പല വഴിക്കായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. അതായത് അത് ഇവിടെ വാങ്ങിക്കാൻ ആളുകളുണ്ട്. ഇവിടെ വാങ്ങിക്കുന്ന ആൾക്കാരെ പിടിക്കുക എന്നല്ലാതെ അത് വാങ്ങിക്കുന്ന ആളുകൾക്ക് വിൽക്കുന്ന ചെറിയ 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 കുഞ്ഞു കുഞ്ഞു ആൾക്കാരെ പിടിക്കുക എന്നല്ലാതെ ഇതിന്റെ തലതൊട്ടപ്പന്മാരെ നമ്മൾ തൊട്ടിട്ടില്ല. നമ്മൾക്ക് ആർക്കും അറിയില്ല. അറിയെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നില്ല ഇതൊക്കെ തൊടുന്നുള്ളത്. ഇപ്പൊ വളരെ രസകരമായ ചർച്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, വിദേശ മദ്യം കഴിക്കാമോ അല്ലെങ്കിൽ കള്ള് കുടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് വലിയ കൺഫ്യൂഷൻ ഉള്ളത്. ഈ കള്ള് എന്ന് പറയുമ്പോഴേ രണ്ടു തരത്തിൽ നമ്മൾ എടുക്കണം. ഒന്ന് വിദേശ മദ്യമാണ്, ആ ചോന്നത് നല്ല നമ്മുടെ ബിവറേജസിലൊക്കെ പോയി വാങ്ങിക്കുന്ന മദ്യം. രണ്ടാമത്തെ ഒരു മദ്യം കള്ള് എന്ന പേരിൽ കിട്ടുന്ന നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ കള്ള് ഷാപ്പുകളില്, വലിയ വലിയ ബാറിലൊന്നും കേട്ടോ, കള്ള് ഷാപ്പിൽ കിട്ടുന്ന ആ ഒരു വെളുത്ത പാനീയമാണ് കള്ളെന്നറിയപ്പെടുന്നത്. രണ്ടു തരത്തിലുള്ള കള്ളാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിലവിലുള്ളത്. ഒന്ന് തെങ്ങിൻ കള്ളാണ്, ഒന്ന് നമ്മുടെ പനയുടെ കള്ളാണ്. ഈ രണ്ട് കള്ളുകളും നമ്മുടെ നാട്ടിൽ അധികം ഉൽപ്പാദിപ്പിക്കുന്നില്ല. പാലക്കാട് ഭാഗത്തുനിന്നായിട്ട് ഇങ്ങോട്ട് വരണം. എന്തായാലും ഈ ഒരു കള്ളാണോ നല്ലത് അല്ലെങ്കിൽ വിദേശ മദ്യമാണോ നല്ലത് എന്ന കൺഫ്യൂഷനിലേക്ക് ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാരെങ്കിലും എത്തിച്ചേർന്നിരിക്കും. ഗവർണർ പറയുന്നത് മദ്യം ഞങ്ങൾ ഉപയോഗിക്കില്ല എന്ന് മാത്രമല്ല, ഞാൻ ഉപയോഗിക്കുന്നില്ല, ഞങ്ങളൊപ്പമുള്ള സഖാക്കൾ ഉപയോഗിക്കുന്നില്ല മാത്രമല്ല, ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ പുറത്താക്കും പറഞ്ഞതാണേ. ഒപ്പം തന്നെ വേറൊരു സഖാവത്ര രാവിലെ കട്ടൻ ചായക്ക് പകരം കള്ളു കുടിക്കുന്നത് നല്ലതാണെന്ന് കൂടി പറയുന്നുണ്ട്. ഇതിപ്പോ ഏതിന്റെ പിന്നാലെ പോകണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇപ്പൊ സൈദ്ധാന്തികന്മാരൊക്കെ നിൽക്കുന്നത് കേട്ടോ. എന്തായാലും മാഷ് പറഞ്ഞത് കേൾക്കാം. ഞങ്ങൾ പ്രാഥമികപരമായി കുടിക്കാൻ പാടില്ല എന്ന് ഉറപ്പല്ലേ? ഭരണഘടനാപരമായിട്ട് തന്നെ പറഞ്ഞാൽ മദ്യപിക്കാൻ പാടില്ല. ശരിയാണ്. ഏതെങ്കിലും മദ്യപിക്കുന്നത് നിങ്ങൾ പറഞ്ഞോ, ഞങ്ങൾ അപ്പോൾ പുറത്താക്കും. CPI-കാരാണെന്ന് പറഞ്ഞില്ല, ഞങ്ങൾ പറഞ്ഞില്ല, ഇപ്പം പറഞ്ഞിട്ടില്ല. ഞങ്ങളെല്ലാം ജീവിതത്തിൽ ഇന്നേ വരെ ഒരു തുള്ളി കഴിച്ചില്ലല്ലോ. അങ്ങനെ പറയാൻ കഴിയുന്ന എത്രയാളുണ്ട്? മദ്യപിക്കുന്നില്ല, മദ്യപിക്കൂല, സിഗരറ്റ് വലിക്കില്ല, അങ്ങനെ വലിക്കാൻ പാടില്ല എന്ന ദാർശനികമായ ധാരണയിൽ നിന്ന് വന്നവരാ ഞങ്ങളെല്ലാം. ബാലസംഘത്തിലും അതുപോലെ തന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയും യുവജന പ്രസ്ഥാനത്തിലൂടെയും വരുമ്പോൾ ആദ്യത്തെ പ്രതിജ്ഞ വ്യക്തി ജീവിതത്തിൽ ഇമാതിരിയുള്ള മുഴുവൻ കാര്യങ്ങളും ഒഴിവാക്കി കമ്മ്യൂണിസ്റ്റ് മൂല്യം എന്ന് പറയുന്നത് നവോത്ഥാന പ്രസ്ഥാനത്തിന്റെയും അതുപോലെ തന്നെ തുടർന്ന് ദേശീയ പ്രസ്ഥാനത്തിന്റെയും അതിന്റെ തുടർച്ചയായി വന്ന കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളും ചേർത്തുകൊണ്ടാണ് ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത്, അല്ലാണ്ടല്ല. എന്തായാലും അത് ഗംഭീരമാണ്. ഗംഭീരമാണെന്ന് മാത്രമല്ല, ഞാൻ പരിചയപ്പെട്ട ഒട്ടുമിക്ക കമ്മ്യൂണിസ്റ്റ് നേതാക്കളും കള്ളു കുടിക്കുന്നതോ അല്ലെങ്കിൽ ബീഡി വലിക്കുന്നതോ സിഗരറ്റ് വലിക്കുന്നതോ കഞ്ചാവ് വലിക്കുന്നതോ ആയിട്ടുള്ള കേസുകളൊന്നും ഞാനൊരു സഖാക്കളും കണ്ടിട്ടില്ല. അത് എൻ്റെ ഒരു ബോധ്യമാണ്. എനിക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു ആശയം അതൊക്കെ തന്നെയാണ്. എന്നാൽ ഇവിടെ ഒരു വലിയ പ്രശ്നം വരുന്നത്, അത് നമുക്ക് അതിന് ഈ ഇദ്ദേഹം പറഞ്ഞ ഗോവിന്ദ മാഷ് പറഞ്ഞ നമുക്ക് അടിവരയിട്ടിട്ട് ഉറപ്പിച്ചു കളയട്ടോ. സഖാക്കൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഇത് തന്നെയാണ്. ഒരിക്കലും മറ്റുള്ളവരോട് മദ്യപിക്കണമെന്ന് പോലും അവർ പറയില്ല. ഒരിക്കലും മറ്റുള്ളവർ മദ്യപിക്കണം എന്ന് പറയില്ല, സിഗരറ്റ് വലിക്കണം എന്നുള്ള പറയില്ല. പരമാവധി അത് ആരെങ്കിലൊക്കെ വലിക്കുക ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന ആളുകളില്ല. അത്തരം ആളുകൾ മെമ്പർമാരായിട്ട് പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ല എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇദ്ദേഹം പറഞ്ഞ പോലെ ഇനി പുറത്താക്കുന്ന നടപടിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാം. അതവിടെ നടക്കട്ടെ. പക്ഷെ ഇപ്പൊ ഒരു കൺഫ്യൂഷൻ നടക്കുന്നത്, ഇദ്ദേഹം അവിടെ പറയുന്നത് കേൾക്കട്ടെ, പക്ഷെ വേറൊരു മനുഷ്യൻ പറയുന്നത് അത് എങ്ങനെയാണ്. അതാണ് ഇവിടെ സൈദ്ധാന്തിക പ്രശ്നം ഉണ്ടാക്കുന്നത്. ഏറ്റവും നല്ല പോഷക പാനീയമാണ്. ഇന്നലെ പ്രതികരണം വന്നത് മദ്യപിക്കുന്ന ഒരു പാർട്ടിയിൽ വേണ്ട, പൂർണ്ണമായി തന്നെ വേണ്ട എന്നുള്ളതാണ്. അപ്പം കള്ളിനെ കുറിച്ചല്ല മാഷ് പറഞ്ഞത്, മദ്യത്തെ കുറിച്ചല്ല. അല്ല, മദ്യത്തെ കുറിച്ചാണ് പറയുന്നത്. കള്ളും മദ്യം തമ്മിൽ വ്യത്യാസം ഉണ്ടെന്നാണ് ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒന്ന് കേൾക്കാം. മദ്യം ഈ നിങ്ങളെ തെങ്ങിനെ കുറിച്ച് അറിയാത്തതുകൊണ്ടാണ്.
തെങ്ങിൽ നിന്നുണ്ടാകുന്ന പോളനെ കുറിച്ച് ചോദിക്കരുതെന്നവര്. അതാണ് നമ്മളിപ്പോ അടുത്ത കാലത്ത് ശേഖരിക്കാൻ ഒരു പദ്ധതി തന്നെ തയ്യാറാക്കിയിരുന്നത്. അതായത് തെങ്ങിൽ നിന്ന് ശേഖരിക്കുന്ന നീരാണ്, അത് പിന്നീട് സമയപരിധി വെച്ചുകൊണ്ട് അത് കെമിക്കൽസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് മദ്യമായി, അത് മനുഷ്യന്റെ ബോധത്തെ തന്നെ ഉപയോഗം ദുർബലപ്പെടുത്താൻ കഴിയത്തക്ക നിലയിലുള്ള ലിക്കറായി മാറും. എന്നാൽ തെങ്ങിൽ നിന്നെടുക്കുന്ന ഈ ഇളനീരിനേക്കാളും ഔഷധ വീര്യമുള്ളതാണ്. നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിഞ്ഞൂടെ, പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വീട്ടിന്റെ മുറ്റത്തുള്ള തെങ്ങ് ചെത്തി അതിൽ നിന്ന് എടുക്കുന്ന ഈ കള്ള് എന്ന് പറയുന്ന ഈ നീർ, അത് കുട്ടികൾക്ക് ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കും. ഇന്നത്തെ ഗ്ലൂക്കോസിനേക്കാളും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള ഒരു പ്രകൃതി തരുന്ന ഒരു ലിക്വിഡ് ആയിരുന്നു. അങ്ങനെയായിരുന്നു. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന പോലെയാണ്. ആരെങ്കിലും പല ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ഇതിന്റെ യാഥാർത്ഥ്യം എഴുതിയേക്കാൻ മറക്കരുത്. ഒരു വസ്തുവായിരുന്നു ആ കള്ള്. അതുപോലെ എടുത്ത് നിങ്ങൾ കുടിച്ചാൽ അത് മദ്യമല്ല. ആ നീര് അതുപോലെ എടുത്ത് കുടിച്ചാൽ അത് മദ്യമല്ല. എന്നാൽ അത് ലിക്കറാക്കി തീർക്കരുത്. അതിൽ മറ്റ് വസ്തുക്കൾ ചേർത്ത് അതിനെ ലിക്കറാക്കരുത്. മദ്യത്തിന്റെ വീര്യങ്ങളിലേക്ക് കൊണ്ടുപോകരുത്. അതൊരു സാധാരണഗതിയിൽ ആരോഗ്യത്തിന് ഗുണകരമായിട്ടുള്ളതാണ് ഈ കള്ള്. കേരളത്തിലെ കള്ളുചെത്ത് വ്യവസായം ശക്തിപ്പെടുത്തണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. ആ കള്ളുചെത്ത് വ്യവസായം ശക്തിപ്പെട്ടു വന്നാൽ ഒരുപാട് തൊഴിൽ മേഖല ഉണ്ടാകും. ആ കള്ള് ലിക്കറാകാതെ തന്നെ മറ്റു പല ആവശ്യങ്ങൾക്കും നമ്മുടെ നാട്ടിലൊക്കെ ശർക്കരയുണ്ട്. ഈ തെങ്ങിൻ ശർക്കരയുടെ ഗുണം വേറെ ഒന്നിനും കിട്ടില്ല കേട്ടോ. ആ തെങ്ങിൻ ശർക്കരക്ക് എത്ര ഡിമാൻഡായിരുന്നു. പണ്ട് നമ്മുടെ വടകര ഈ ശർക്കരയുടെ വലിയ വ്യാപാര കേന്ദ്രമായിരുന്നു. അപ്പൊ തെങ്ങിൽ നിന്നുണ്ടാകുന്ന ഈ നീര് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു പോഷകാഹാരം തന്നെയായിരുന്നു. പക്ഷെ അത് ലിക്കറാക്കാതെ ആ നീര് അതുപോലെ എടുത്ത് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? നമ്മൾ ഈ കള്ള് ഷാപ്പിൽ പോയിട്ട് കുടിക്കുന്ന ഈ കള്ള് അത് അവർ ലിക്കർ ആക്കുന്നുണ്ട്. ഇദ്ദേഹം പറയുന്നത് ചെത്തിയ കള്ള് അങ്ങനെ തന്നെ മരത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് അത് ഊറ്റി കുടിക്കുന്നത് അത് ഒരിക്കലും മദ്യമല്ല, അത് ശരീരത്തിന് വളരെയധികം നല്ല ഗുണകരമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. എന്നാൽ അത് നേരെ കള്ള് ഷാപ്പിൽ കൊണ്ടുപോയി അതിൽ പലതും കുത്തിക്കലക്കിയിട്ട് അത് മദ്യമാക്കിയിട്ട് ലിക്കറാക്കി മാറ്റുമ്പോൾ അത് പ്രശ്നം പറയുന്നത്. ഞാൻ അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നു കേട്ടോ. ബംഗാളിൽ നിങ്ങൾ പോയാൽ രാവിലെ ബംഗാളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ ഈ പനങ്കള്ളുണ്ട്. അവരിങ്ങനെ ഒരു തണ്ട് കെട്ടി അതിൽ ഈ പനയുടെ കള്ളെടുത്ത് രാവിലെ ഈ ഹോട്ടലുകളിലൊക്കെ കൊണ്ടുപോയി വിൽക്കും. അത് വിൽക്കുന്ന അതൊരു പാനീയമാണ്. ആ പാനീയം കുടിച്ചാൽ ഇന്ന് നമ്മൾ ബെഡ് കോഫി ബെഡ് കഴിക്കുന്നതിനേക്കാളും ആ പാനീയം ഗുണകരമാണ്. ഈ തെങ്ങിന്റെ പാനീയം അത് ലിക്കറാകാതെ അതുപോലെ എടുത്ത് ഉപയോഗപ്പെടുത്തിയാൽ നല്ലതാണ്. അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അതിനെ ദുർവ്യാഖ്യാനിച്ച് ഇത് മദ്യമാണ്, ലഹരിയാണ് എന്ന് പറയുന്നതല്ല. അതിനെ ഫലപ്രദമായി ശാസ്ത്രീയമായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ നല്ല ആരോഗ്യത്തിനും അതുപോലെ തന്നെ കുട്ടികൾക്കൊക്കെ വലിയ ഗുണമുണ്ടാകും. എനിക്കെന്റെ ചെറുപ്പകാലത്ത് ഓർമ്മയുണ്ട്, വീടുകളിൽ നിന്ന് രാവിലെ വെളുപ്പാങ്കാലത്ത് ഇത് ചെത്താൻ അറിയുന്ന ആളുകളെ കൊണ്ടുവന്ന് എത്തിച്ച് ഇതിന്റെ ഇളനീരെടുത്ത് പ്രസവിച്ച കുഞ്ഞുങ്ങൾക്ക് ഇതിന്റെ പാനീയം കൊടുക്കും. ഈ നാളികേരത്തിന്റെ ഈ കള്ള് എന്ന് നിങ്ങളിപ്പോ പറയുന്ന അതിന്റെ പണം എടുക്കുന്ന ഒരു പാനീയമാണ്. അത് അങ്ങനെ ഉറ്റി വീഴുമ്പോൾ അത് അതുപോലെ എടുത്ത് കുട്ടികൾ പോകും. ഇന്ന് ലിക്കർ എന്ന് പറയുന്നത് മദ്യം എന്ന് പറഞ്ഞതല്ല. ഇദ്ദേഹം ചെറുപ്പകാലത്തെ അനുഭവം പറയാണ്. ഒരുപക്ഷെ അത് ഉണ്ടായിരിക്കാം, എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല കേട്ടോ. ഞാൻ അത് ആദ്യമായിട്ട് കേൾക്കുകയാണ്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കുറ്റം പറയാനും സാധിക്കില്ല. കാരണം അത് അവരൊക്കെ ഉപയോഗിച്ചിട്ട് അവരാരും നാശമായിട്ട് പോയിട്ടൊന്നുമില്ല. പക്ഷെ പുതിയ ആളുകൾക്ക് ഇതെങ്ങനെ ഉപയോഗിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വാണങ്ങളെല്ലാവരും കൂടിയിട്ട് ഉള്ള കള്ള് മുഴുവൻ അകത്താക്കിയിട്ട് റോട്ടിന്റെ മുറയ്ക്ക് കിടക്കും. അപ്പൊ ഏത് സുഹൃത്തുക്കളെ, നിങ്ങളുടെ അഭിപ്രായം ഇത് ഏതാ നല്ലതെന്ന് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയുന്ന വിവരങ്ങൾ മുഴുവൻ ഒന്ന് എഴുതിയൊക്കെ ശ്രമിക്കണേ. എനിക്ക് ഇതുമായിട്ട് വലിയ പിടുത്തൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ടാണ്.